ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു മോഡൽ നൈറ്റിയുടെ കട്ടിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ നൈറ്റി. ഇത് നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്തില്ലേ, അപ്പോൾ പ്രിൻസസ് കട്ട് ചെയ്ത് നമ്മൾ ശരിയായിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിന് തന്നെ ഈ മോഡൽ നൈറ്റിയും കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും പ്രിൻസസ് കട്ട് ചെയ്ത പോലെ തന്നെ രണ്ട് മെറ്റീരിയൽ ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ഈ പച്ചയിൽ ലൈറ്റ് പച്ചയാണ് സ്ലീവും. ഈ കോട്ട് പോലെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ മറ്റേ പീസിൽ അതിൻ്റെ തിരിച്ചായിരിക്കും. കണ്ടോ, ഇതുപോലെ നമുക്കത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റോ നിങ്ങൾക്ക് അറിയിക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇതിനായിട്ട് 3 മീറ്ററിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ നമുക്കിതിനെ സാധാരണ 4ആയിട്ട് നമ്മൾ മടക്കിയിടാറില്ലേ നൈറ്റിയൊക്കെ കട്ട് ചെയ്യാനായിട്ട്, അതുപോലെ ഈ രണ്ട് മെറ്റീരിയലും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് വിരിച്ചിടാം കേട്ടോ. ഈ നൈറ്റി കട്ട് ചെയ്യുന്നത് ആദ്യമേ തന്നെ പാറ്റേണിൽ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ഈ മെറ്റീരിയൽ വെച്ചിട്ട് വരച്ച് ചെയ്യുമായിരുന്നെങ്കിൽ ഒന്നുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നേനെ. അപ്പോൾ ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പാറ്റേണൊക്കെ പിന്നെ ചാർട്ട് പേപ്പറൊക്കെ മേടിച്ച് അതൊക്കെ ചെയ്യാനായിട്ട് നിന്നില്ല. അത് ഞാൻ പിന്നീട് ഒരിക്കൽ കാണിച്ചു തരാം. ഇതിൽ ഞാൻ 8.5 ഇഞ്ചാണ് ഷോൾഡർ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ നമ്മൾ പാറ്റേൺ വെച്ചിട്ടാണ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ 7.5 ഇഞ്ച് ഷോൾഡർ ലെങ്ത്ത് കൊടുക്കാറില്ലേ, അത് തന്നെ കൊടുത്താൽ മതിയായിരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പിന്നീട് ഒരിക്കലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 8.5 ഇഞ്ച് നമുക്ക് വേണ്ടി വരില്ല. നമ്മൾ അതിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 8 ഇഞ്ച് ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്തത് കേട്ടോ. സാധാരണ നമ്മൾ ഷോൾഡർ ലെങ്ത്ത് എടുക്കുന്ന അത്രയും തന്നെ താഴേക്ക് മാർക്ക് ചെയ്യാറുള്ളതാണ്. പക്ഷേ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പിന്നീട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നമ്മൾ അറ്റാച്ച് ചെയ്ത് ഈ ബോഡി പാർട്ടുകളൊക്കെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ വ്യത്യാസങ്ങൾ വന്നാൽ നമുക്ക് കുറവാവരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ 8.5 ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആം ഹോൾ ലെങ്ത്ത് 8 ഇഞ്ച് മാർക്ക് ചെയ്തു. 10.5 ഇഞ്ച് ചെസ്റ്റിൻ്റെ 4/1 ഭാഗമായിട്ട് 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 42 ഇഞ്ചാണ്. ഇനി നമ്മൾ ആം ഹോൾ ലെങ്ത്തിൻ്റെ പകുതിയിൽ നിന്ന് സാധാരണ നമ്മൾ അങ്ങനെയല്ല ചെയ്യാറ്, പകുതിയിൽ നിന്ന് ഇതുപോലെ ആം ഹോൾ കർവ് വരയ്ക്കും. ഇനി ഞാൻ ഇതിൽ ചെയ്യുന്നത് 3.5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത് സാധാരണ. അപ്പം നമ്മൾ അത് അടിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 3 ഇഞ്ചായിട്ട് മാറും. അപ്പോൾ അതിന് കൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ ഷോൾഡർ ലെങ്ത്ത് 8.5 ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ 3.5 ഇഞ്ചിൽ താഴേക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇത് നമുക്ക് ഫ്രണ്ട് നെക്കിനായിട്ടാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അത് സാധാരണ ബോക്സാക്കി വരച്ച് അതൊന്ന് മാർക്ക് ചെയ്യുക. ഇനി അതിലെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, അതിൽ നമുക്ക് നെക്ക് വരച്ചു കൊടുക്കാം. സാധാരണ റൗണ്ട് നെക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വരച്ചു കൊടുത്താൽ ഇതായിരിക്കും ഒത്തിരി കൂടി ഭംഗിയായിട്ട് നിൽക്കുക കേട്ടോ. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം 1 ഇഞ്ചോളം കയറ്റി വരച്ചിട്ടുണ്ട് കേട്ടോ. 1 ഇഞ്ച് 3/4 ഇഞ്ചോളം, അതൊക്കെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ഇറക്കം കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിപ്പോൾ ഞാൻ ഈ പീസിൽ ജസ്റ്റ് കാണിക്കുന്നു എന്നുള്ളൂ. നമ്മൾക്ക് ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുക്കും. ഇതിപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞാൻ കാണിച്ചു തരണമെന്നുള്ളൂ. ഈ 11 ഇഞ്ച് താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 4.25 ഇഞ്ചിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ്. ഇതിൽ കൂടെയാണ് നമ്മൾ പ്രിൻസസ് കട്ടിന് ഇതേപോലെ തന്നെയല്ലേ ചെയ്തത്. അപ്പോൾ പ്രിൻസസ് കട്ടിൻ്റെ നൈറ്റി കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കിയോളൂ കേട്ടോ. അപ്പോൾ 11 ഇഞ്ച് താഴേക്ക് ഷോൾഡർ തൊട്ട് ഇത് കണ്ടോ, നമ്മൾ താഴേക്ക് ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു 4.25 ഇഞ്ച് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തതാണ്. ഇത് നമ്മൾ ബാക്ക് പാർട്ടിനായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നമ്മൾ അടുത്ത പീസിൽ ഇത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേസ്റ്റിൻ്റെ ഭാഗവും ഹിപ്പിൻ്റെ ഭാഗവും, അതായത് ഷോൾഡർ തൊട്ട് 15 വരെ വേസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്തു. അതിനുശേഷം ചെസ്റ്റ് റൗണ്ടിൻ്റെ ഒരു 1/2 ഇഞ്ച് കുറച്ച്, അപ്പോൾ 10.5 ഇഞ്ചായിരുന്നു എന്ന് വെച്ചാൽ 10 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഹിപ്പ് റൗണ്ട് 21 ഇഞ്ചിൽ, ഷോൾഡർ തൊട്ട് 21 ഇഞ്ചിൽ താഴെ മാർക്ക് ചെയ്തിട്ട് അതിൽ ചെസ്റ്റ് റൗണ്ടിനേലും
1.5 ഇഞ്ചോ 1 ഇഞ്ചോ ഇനി കൂടുതൽ വേണമെങ്കിൽ 2 ഇഞ്ചോ അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴേക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സാധാ പ്ലെയിൻ ചുരിദാർ മോഡൽ നൈറ്റി കട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ ഈ പീസാണ് നമ്മൾ ബാക്ക് പീസായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിൽ ഞാൻ ഈ 11 ഇഞ്ച് ഇങ്ങനെ വരച്ചൊന്ന് കാണിച്ചൊന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ അടുത്ത പീസിൽ വീണ്ടും കാണിക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ബാക്കിലത്തെ നെക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ബാക്കിലെ നെക്ക് നമ്മൾ സാധാരണ നൈറ്റിക്ക് ചെയ്യാറുള്ള പോലെ 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളൂ. ബാക്ക് നെക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് താഴേക്ക് ഇതിന് ഞാനൊരു 3 ഇഞ്ച് തന്നെ താഴേക്ക് ഇറക്കം കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഫ്രണ്ട് നെക്കിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മളിതേ ഇപ്പോൾ ഈ മാർക്കിങ് ഇതിൽ കഴിഞ്ഞു. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ തന്നെ സ്ലീവിൻ്റെ ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എത്ര നീളം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അനുസരിച്ചെടുക്കാം. ഇപ്പം ഞാനിതിൽ 8 ഇഞ്ചാണല്ലോ നമുക്ക് കിട്ടിയിട്ടുള്ളത് നീളം. ബാക്കി അത് അവിടുന്ന് തൊട്ട് ആ 8 ഇഞ്ച് തന്നെ എടുക്കുകയാണ്. കാരണം ഇപ്പോൾ നമ്മളിതൊരാൾക്ക് അളവ് പറഞ്ഞ് ചെയ്ത് കൊടുക്കണതല്ല, നമ്മൾ കടയിലേക്ക് ചെയ്ത് കൊടുക്കണതാണ് കേട്ടോ. 10 ഇഞ്ച് ഞാൻ താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 ഇഞ്ചിൽ ആദ്യം ടേപ്പ് വയ്ക്കുക. സ്ലീവിൻ്റെ ഇറക്കം നമ്മൾ പറഞ്ഞ 8 ഇഞ്ച് എന്നല്ലേ പറഞ്ഞത്, അതിലൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ആ 3.5 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്ത് കണ്ടോ, കറക്റ്റ് നമ്മളുടെ 10.5 ഇഞ്ച് ചെസ്റ്റ് റൗണ്ടിൻ്റെ 10.5 കഴിഞ്ഞ് സീം അലവൻസ് കഴിഞ്ഞിട്ട് സീം അലവൻസിൻ്റെ ഒപ്പത്തിനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തിരി സ്ലീവ് ചെറുതാന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി അവിടെ ഭാഗം കിട്ടും. ഇപ്പോൾ നമ്മൾ അത് ഫുള്ള് ഇനിയിപ്പോൾ ആൾക്കാർക്ക് എത്ര വേണ്ടതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ 8 ഇഞ്ച് തന്നെ ഞാൻ ഫുള്ള് ഈ സ്ലീവിൻ്റെ ഭാഗം ഞാൻ എടുത്തിട്ടുള്ളതാണ് കണ്ടോ. അപ്പോൾ നമ്മളത് സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ പ്രിൻസസ് കട്ടിനും ഇതേപോലെ തന്നെയല്ലേ സ്ലീവിൻ്റെ പാർട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കണ്ടോ ഈ ഷോൾഡർ ജോയിൻറ്റ് വരുന്നില്ലേ, അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 പീസും നമ്മൾ ഇതേപോലെ തന്നെ, അതായത് 2 മെറ്റീരിയലിൻ്റെയും ഈ ഷോൾഡർ ജോയിൻറ്റുകൾ ഇതേപോലെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഈ കണ്ടോ ഈ പച്ച മെറ്റീരിയലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പീസും മറ്റേ താഴെ കിടക്കുന്ന ആ ലൈറ്റ് കളറിൽ നിന്ന് ഒരു പീസും മാറ്റി അത് ഒന്നിന് താഴെ ഒന്നേക്കായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ 4 പീസും വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ കണ്ടോ, ഇതിൽ നിന്ന് ഞാൻ മാറ്റിയെടുത്തു. അതെ, നമ്മൾ ബാക്കിനൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ ഇപ്പം ഞാൻ എന്തേ കണ്ടോ ഡാർക്ക് പച്ചയും ലൈറ്റ് പച്ചയും താഴെയുണ്ട്, വീണ്ടും ഡാർക്ക് പച്ചയുടെയും ലൈറ്റ് പച്ചയുടെയും മെറ്റീരിയലുണ്ട് താഴെ. അപ്പോൾ 4 പീസും ഇപ്പോൾ ഞാൻ ഒന്നിന് താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ മുകളിലെ 2 പീസ് എടുത്തിട്ട് ഞാൻ അതിൽ നിന്ന് ആം ഹോളിൻ്റെ കർവും ഇതേ ഷേപ്പും കട്ട് ചെയ്തെടുക്കുക. 4 പീസ് ഒരുമിച്ച് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ബാക്കിലെ പീസാണ് കേട്ടോ. ബാക്കിലത്തെ പാർട്ടിന് വേണ്ടിയിട്ടുള്ള 2 പീസ് 2 നൈറ്റി ആ മെറ്റീരിയലിൽ നിന്നാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. താഴെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. അതിന് ശേഷം ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തു കണ്ടോ. ഇതുപോലെ നമ്മൾ 4 സെപ്പറേറ്റ് ആയിട്ട് ഇട്ടില്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് കട്ട് ചെയ്ത് പോകില്ലേ, അത് പറ്റില്ലല്ലോ. നമ്മുടെ ഫ്രണ്ടിലത്തെ നെക്കിൻ്റെ അളവിൽ വ്യത്യാസമില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ സാധാരണ ഇതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ബാക്കിലത്തെ മെറ്റീരിയലിലേക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ആ ഷേപ്പിൻ്റെ ഭാഗം ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തത്, അത് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഞാൻ അതിൽ 3.5 ഇഞ്ചും 6 ഇഞ്ചും താഴേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ് കണ്ടോ. ഞാൻ ഒന്നുകൂടി അത് കാണിച്ചു തരുന്നത് ഒന്നുകൂടി അത് മനസ്സിലായിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ 8.5 ഇഞ്ച് ഇവിടെ വീണ്ടും മാർക്ക് ചെയ്തു ഷോൾഡർ. ഇനി 8 ഇഞ്ചിൽ ഞാനത് 8 ഇഞ്ചിലാക്കിയിട്ടുണ്ട് കേട്ടോ. 8 ഇഞ്ചിൽ ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്തു കണ്ടോ. ഞാനത് 8 ഇഞ്ചിലേക്ക് ആക്കിയിട്ടുണ്ടായി. ഞാൻ പെട്ടെന്ന് 8.5 ഇഞ്ച് തന്നെ താഴേക്ക് വരച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 8 ഇഞ്ചിലേക്ക് ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കുഴിച്ചു വെട്ടാനായിട്ട് നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ഇതിലാണ് ഞാൻ 11 ഇഞ്ച് താഴേക്കും ഞാൻ വീണ്ടും പറഞ്ഞു തരാണ് അത് 11 ഇഞ്ച് താഴേക്കും 4.25 ഇഞ്ച് നമ്മളുടെ ഡിസ്റ്റൻസ് കണ്ടോ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ദേ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. നമ്മൾ പ്രിൻസസ് കട്ടിന് ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇത് ചെയ്തതെന്ന് വെച്ചാൽ ഇത് നമ്മൾ മുകൾ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് വരികയാണ് കേട്ടോ. ഇനി ഒരു 1 ഇഞ്ചോളം കൂടുതൽ ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ സീം അലവൻസ് കൂടെ ചേർത്തിട്ടാണ് ബാക്ക് പാർട്ട് വെച്ച് ഈ ഫ്രണ്ട് പാർട്ടിന് മാർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ കൂടിയും നമ്മൾ എന്താ ചെയ്യുക, ഇപ്പോൾ ഇനി വീണ്ടും ഒരു 1 ഇഞ്ച് കൂടി സീം അലവൻസ് കൊടുക്കുകയാണ്. കാരണം ഇത് നമ്മൾ കട്ട് ചെയ്തൊക്കെ നമ്മൾ ജോയിൻ്റ് ചെയ്ത് വരുമ്പോൾ ഇവിടെ വ്യത്യാസം വരും. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഈ കട്ട് ചെയ്യാൻ പോകുന്നില്ലേ, ഇതിനി വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് വെക്കുമ്പോൾ ഒരു 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം വരും. 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം വരുന്നുണ്ടല്ലോ. 1/4 ഇഞ്ച് അടിച്ച് മടക്കാനും മറയ്ക്കാനും പിന്നെ ഇത് ഇങ്ങോട്ട് കയറ്റി വെക്കണ്ടേ, അപ്പോൾ വീണ്ടും 1/2 ഇഞ്ച് പോകുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നമുക്കതിന് എക്സ്ട്രാ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടത് ആം ഹോളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു 9 ഇഞ്ചിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് ഞാൻ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് ഇവിടെ ഉണ്ടല്ലോ ഈ ആം ഹോളിൻ്റെ ഭാഗത്ത് നമുക്ക് കുറച്ച് ജോയിൻറ്റ് വെക്കേണ്ടി വരും. കാരണം അവിടെ നിന്ന് സ്ലീവിൻ്റെ ഭാഗം പോയല്ലോ. ഇത് കണ്ടോ താഴേക്ക് ആ 1 ഇഞ്ച് തന്നെ കണക്കാക്കി ഞാൻ വരച്ച് ഹിപ്പിലേക്ക് കറക്റ്റായിട്ട് വരച്ച് കൊടുത്തേക്കാം കേട്ടോ. ഇനി നമ്മൾ ആ പോയിൻ്റ് ഭാഗമില്ലേ, 11 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 11 ഇഞ്ചിൽ മാർക്ക് ചെയ്തത് അവിടെ ഇതുപോലെ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ടിൽ ചെയ്ത പോലെ ഇത് മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് രണ്ടും ഒരുപോലെ കയറിയാലും ഇറങ്ങിയാലും രണ്ടും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ ഈ പീസിൽ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മുടെ 4 പീസ് ഉണ്ട് കേട്ടോ അതിൽ. ഇതേപോലെ കോട്ട് പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിൽ ഈ ലൈറ്റ് പച്ചയും പിന്നെ ഈ കളറും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ പാറ്റേണിൽ ചെയ്തിട്ട് എങ്ങനെയാണ് എളുപ്പത്തിന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പിന്നീട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കട്ടിങ് വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. സ്റ്റിച്ചിങ് പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതല്ലെങ്കിൽ നമ്മുടെ വീഡിയോ വളരെ ലെങ്തി ആയി പോവും. അപ്പോൾ ഇതേ കണ്ടോ, ഇത് കോട്ട് പോലെ നമുക്ക് വരും. ഇത് തന്നെ സെയിം കുർത്തി ടോപ്പായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഈ ഫ്രണ്ടിലെ നെക്കിൻ്റെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഷോ ബട്ടണുകളോ മറ്റോ വെച്ച് കൊടുത്ത് അങ്ങനെ ഭംഗിയാക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഞൊറികളിട്ട് കൊടുക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് മാറ്റി മറിച്ചൊക്കെ ചെയ്യാൻ പറ്റും. ഈ കോട്ടിൻ്റെ അരുഭാഗത്ത് കൂടെ ചെറിയ ലേസില്ലേ, ചെറുതായാലും ഇനിയിപ്പോൾ വലുത് താല്പര്യമുള്ളവർക്ക് വലുതായിട്ടായാലും വെച്ച് കൊടുത്ത് അതും ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ലേസ് ഇങ്ങനെ ഇളകി കിടക്കണ പോലെ ഇരിക്കും. അല്ലെങ്കിൽ ഫ്രില്ല് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം നമുക്ക്. ഇവിടെ ഈ റൗണ്ടിനും 2 സൈഡിലേക്കായിട്ടുള്ള ഫ്രില്ലില്ലേ അതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.